Hello dear NEET aspirants, this is ANJ from RK. So NEET 2025 result എന്ന് വരും. ഈ വളരെ വലിയ കൺഫ്യൂഷനിലാണ് നമ്മൾ അല്ലെ. കുറച്ചൊരു ലാഗ് അല്ലെങ്കിൽ ഒരു ഡിലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനുള്ള റീസൺ മദ്രാസ് ഹൈക്കോർട്ടിലും അതേപോലെ മധ്യപ്രദേശ് ഹൈക്കോർട്ടിലും പൊക്കോണ്ടിരുന്ന കേസുകൾ വെച്ചിട്ടാണ്. കുറെ അധികം സ്റ്റുഡൻസ് പെറ്റീഷൻസ് കൊടുത്തിരുന്നു മധ്യപ്രദേശ് ഹൈക്കോർട്ടിലും അതേപോലെ മദ്രാസ് ഹൈക്കോർട്ടിലും. അതായത് നീറ്റ് എക്സാം അവർക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ സാധിച്ചില്ല, പവർ കട്ട് റീസൺസ് മൂലം അവർക്ക് എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ സാധിച്ചില്ല എന്നുള്ളൊരു പെറ്റീഷൻസ് കൊടുത്തിരുന്നു. ആ ഒരു റീസൺ മൂലമാണ് നമ്മൾ കുറച്ച് ലാഗ് റിസൾട്ടിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇന്നലെ മധ്യപ്രദേശ് ഹൈക്കോർട്ടിന്റെ ഹിയറിംഗ് ആയിരുന്നു ഈ ഒരു കേസുമേല്. അപ്പോൾ അവരൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി ഫൈനൽ ഹിയറിംഗ് നടക്കുക ജൂൺ 16-നാണ്. എന്നാൽ പോലും ഇന്നലത്തെ ഹിയറിംഗിൽ എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് ഈ 75 സ്റ്റുഡൻസ്, അതായത് പെറ്റീഷൻ കൊടുത്ത 75 സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഒഴിച്ച് ആ ഒരു റിസൾട്ട് എന്ത് ചെയ്യുക, നമ്മൾ തൽക്കാലം അവിടെ വെക്കുകയാണ്. ആ ഒരു 75 റിസൾട്ട് ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ റിസൾട്ട് NTA-ക്ക് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്കാണ് ഹൈക്കോർട്ട് എത്തിയിരിക്കുന്നത്. സോ ഫൈനലി ആ കുട്ടികൾക്ക് റീനീറ്റ് കണ്ടക്ട് ചെയ്യുമോ അല്ലെങ്കിൽ അവർക്ക് ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളതൊക്കെ 16th ഹിയറിംഗിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പൊ ഇപ്പോ NTA-യുടെ മുന്നിൽ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ 75 സ്റ്റുഡൻസ് ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ 75 സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ അവർക്ക് ഗ്രേസ് മാർക്ക് നൽകുകയാണോ അതോ അവർക്ക് റീനീറ്റ് കണ്ടക്ട് ചെയ്യാണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഡിസിഷൻ വന്നതിന് ശേഷം എല്ലാവരുടെയും കൂടി റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. ഇതിലൊരു 95% ഫസ്റ്റിനാണ് ചാൻസ് കൂടുതൽ. അതായത് ഈ ഒരു 75 ആളുകളുടെ റിസൾട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് ബാക്കിയുള്ള കുട്ടികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് എന്നായിരിക്കും റിസൾട്ട് വരിക, ആ ഒരു ഡേറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ 2023 നീറ്റ് എക്സാം നോക്കുകയാണെങ്കിൽ നീറ്റ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീയും അതേപോലെ OMR-ന്റെ സ്കാൻഡ് ഇമേജും ഇപ്പൊ വന്നിട്ടുണ്ട്. 2025 നിങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 2023 ഇത് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 4 ആയിരുന്നു. ജൂൺ 4-നായിരുന്നു. ആൻഡ് നിങ്ങൾക്കറിയാം ആൻസർ കീയിൽ എന്തെങ്കിലും ചലഞ്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിനുള്ള ഡേറ്റ് ജൂൺ 6 ആയിരുന്നു. സോ ഈ 2 ദിവസത്തെ ഗ്യാപ്പാണ് എല്ലാ വർഷവും കിട്ടുക. ആ ജൂൺ 6 ശേഷം ജൂൺ 13-നാണ് NTA ഒഫീഷ്യൽ ആയിട്ട് അവരുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നത്. ആൻസർ കീ പബ്ലിഷ് ചെയ്തൊരു 3 to 4 അവേഴ്സിനുള്ളിൽ തന്നെ റിസൾട്ടും പബ്ലിഷ് ചെയ്യും. സോ ഒരു 6 to 7 ഡേയ്സിന്റെ ഗ്യാപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6 to 7 ഡേയ്സിൽ നീറ്റ് റിസൾട്ട് NTA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ 2024 കഴിഞ്ഞ വർഷത്തെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രൊവിഷണൽ ആയിട്ട് ആൻസർ കീ വരുന്നത് മെയ് 29-നാണ്. 2 ദിവസം നോർമലി 2 ഡേയ്സ് ആണ് കൊടുക്കുക. 2 ദിവസം മെയ് 31 വരെയാണ് ആൻസർ കീയിലുള്ള ചലഞ്ചും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്ന ടൈം. മെയ് 31 ആണ്. അതിനുശേഷം ജൂൺ 4-ന് വെറും 4 ഡേയ്സിന്റെ ഗ്യാപ്പിൽ എന്ത് വന്നു, നീറ്റ് റിസൾട്ട് വന്നു. 4 ഡേയ്സിൽ തന്നെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. അന്ന് തന്നെ നീറ്റ് റിസൾട്ടും പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വർഷത്തെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 3 ആണ്. ആൻഡ് ജൂൺ 5 വരെയായിരുന്നു ചലഞ്ചിനുള്ള ടൈം എന്ന് പറയുന്നത്. സോ ഒരു 6 to 7 ഗ്യാപ്പ് എക്സ്പെക്ട് ചെയ്താൽ പോലും നമ്മൾ നീറ്റിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ജൂൺ 12 or ജൂൺ 13 ആണ്. ഈ 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം തന്നെ നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. എന്തായാലും 14-ന് മുൻപേ പബ്ലിഷ് ചെയ്യും എന്നുള്ള കാര്യം NTA പറഞ്ഞിരുന്നു. അപ്പൊ ജൂൺ 12 അല്ലെങ്കിൽ ജൂൺ 13 ആണ് നിലവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ്. ഇനി ഒരു ചെറിയ വ്യത്യാസം വരാനുള്ളത് ഇനി ആ 75 സ്റ്റുഡൻസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം NTA തീരുമാനിക്കലാണ്. അതിന് പോസിബിലിറ്റി വളരെ കുറവാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി അവർക്ക് റീനീറ്റ് കണ്ടക്ട് ചെയ്തിരുന്നു. അതിനുശേഷം റീപബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത് നീറ്റിന്റെ ഫൈനൽ റിസൾട്ട്. എനിവേ നമ്മൾ ജൂൺ 12-നോ 13-നോ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാണ്. സോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.